കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ട ആലുവ അതുലിനെ വെട്ടിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ടി വിയിലൊക്കെ സജീവമായി. കൊല്ലം കരുനാഗപ്പള്ളിയിലുണ്ടായ ഈ സംഭവം ഇന്ന് പട്ടാപ്പകല് ജിം സന്തോഷ് എന്നൊരാളെ നേരത്തെ വെട്ടിക്കൊന്നിരുന്നു. അതുലും സംഭവമായിരുന്നു അത് ചെയ്തത്. കഴിഞ്ഞ 2025 മാർച്ചിലാണ് ആ സംഭവം. ജിം സന്തോഷ് എന്ന ഗുണ്ട, അയാളെ എല്ലാവർക്കും ഭയമായിരുന്നു. അയാളുടെ എതിർ ഗ്രൂപ്പുകൾ, അതിലുൾപ്പെടെയുള്ളവർ അയാളുടെ വീട്ടിൽ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടന്നു. അമ്മ തടഞ്ഞു, എങ്കിലും ആ വീട്ടിനുള്ളിലിട്ട് വെട്ടിക്കൊന്നു. അങ്ങനെ ഗുണ്ടകളായ ധാരാളം കേസിൽ പ്രതിയായ ജിം സന്തോഷിനെയാണ് ആലുവ അതുലും സംഘവും ഇപ്പം വെട്ടിക്കൊന്നത്. നേരത്തെ ജിം സന്തോഷിനെ കൊന്ന സമയത്ത് അവിടെ വീടിന് മുമ്പിൽ വാതിൽ തുറക്കാത്തതുകൊണ്ട് പടക്കം എറിഞ്ഞു വാതിൽ നശിപ്പിച്ച് അതിനുള്ളിൽ കയറി വെട്ടിയും കുത്തിയുമാണ് ജിം സന്തോഷിനെ കൊന്നത്. അത് ഗുണ്ട പകയായിരുന്നു. ആ കൊല കൂട്ടുനിന്നതും അതിൽ ലീഡർഷിപ്പ് എടുത്തതും അതുലായിരുന്നു. ആ അതുലിനെയാണ് ഇന്ന് പട്ടാപ്പകല് ആ കൊല്ലത്ത് കരുനാഗപ്പള്ളി ഏകദേശം പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെ നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്ന ദൃശ്യം നമ്മൾ കാണുന്നു. ഭീതിപ്പെടുത്തുന്ന വളരെ ഭീകരമായ ഒരു ദൃശ്യം തന്നെ. ആ ആളെ കഴിഞ്ഞ മാർച്ചിലുണ്ടായ ജിം സന്തോഷിനെ കൊന്നതിന് അതിലും സംഘവും ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം അയാൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പ്രസന്റ് വെക്കണമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഒരു കാറിൽ വന്ന് പ്രസന്റൊക്കെ വെച്ച് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നീങ്ങുന്ന സമയത്ത് ഫോളോ ചെയ്യുകയാണ് ഹരിയാന രജിസ്ട്രേഷനുള്ള ഒരു കാറ്. ആ കാറിൽ വന്നവര് ആണ് ഈ കൊലപാതകം നടത്തിയത്. അതുലിനെ കൊന്നത് ആരാണെന്ന് ഇപ്പം വ്യക്തമല്ല. ആ ഹരിയാന രജിസ്ട്രേഷൻ കാറിൽ വന്നവരാണെന്നറിയാം. 4-5 പേരുണ്ട്. അവര് കാറിനെ ഫോളോ ചെയ്ത് ആ കാറ് റോഡിൻ്റെ സൈഡിലുള്ള ഒരു കുഴിയുടെ ഭാഗത്തേക്ക് ഇടിച്ച് വീണു. ആ വീണ് കിടക്കുന്ന കാറിനകത്തു നിന്നാണ് അതിൽ വെളിച്ചാടി അവിടെ ഇട്ട് അയാളെ വെട്ടിക്കൊല്ലുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 4-5 പേരുണ്ട്. ഹരിയാന രജിസ്ട്രേഷൻ കാർ അവിടുന്ന് വിട്ടുപോയി. ഈ ഭീകര ദൃശ്യം കണ്ടവർക്ക് ആർക്കും അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്ര ഭീകര അന്തരീക്ഷമല്ലേ അത്. ആർക്കും തടയാനൊന്നും പറ്റില്ല. ഗുണ്ടകളുടെ സംഘമായിരുന്നു അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിനും പോലീസിന് ആരാണ് കൊന്നതെന്നും എവിടുന്നാണ് ഗുണ്ടകൾ വന്നതെന്നും കാറിൻ്റെ രജിസ്ട്രേഷൻ കൃത്യമായി ഏതാണെന്നൊന്നും ഇതുവരെ അറിയില്ല. ഹരിയാന രജിസ്ട്രേഷൻ ആ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിച്ചെന്നുണ്ടാവുള്ളൂ. പക്ഷേ പോലീസിനത് ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കാറിൻ്റെ പിന്നാലെ പോയിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് വരുന്നത്. കാറ് 4-5 കിലോമീറ്ററിനകത്ത് തന്നെ നമ്പർ പ്ലേറ്റ് മാറ്റി എവിടെയെങ്കിലും ഒതുക്കം ചെയ്തിട്ടുണ്ടാവും. പ്രതികളും അവിടത്തെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. ഈ ഒരു കൊലപാതകം കേരളത്തെ ഭീതിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ സിറ്റികളിലും ഇതുപോലുള്ള സംഘങ്ങൾ ഇതുപോലെ ഭീതി പടർത്തുന്ന കൊലപാതകങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. പോലീസ് ഇന്നെഫക്റ്റീവ് ആണ് ഈ കാര്യത്തിൽ. ഗുണ്ടകളെ ആരെയും നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. കേരളത്തിൽ ഫ്ലാറ്റുകൾ ധാരാളം ഉയരുന്നിടത്തോളം കാലം ഗുണ്ടകൾക്ക് വളരെയധികം പണം ലഭിക്കും, വരുമാനം കൂടുതലാണ്. ഗുണ്ടകളെ സേവനം പല ഫ്ലാറ്റുകാർക്ക് ആവശ്യമാണ്, ക്വാറി നടത്തുന്നവർക്കും ആവശ്യമാണ്. ധാരാളം പണങ്ങൾ ഗുണ്ടകൾക്ക് ലഭിക്കുന്നു. അവർക്ക് ലക്ഷറി ലൈഫാണ്. കേരളത്തിൽ ഇത് കൺട്രോൾ ചെയ്യാനോ ഇവരെ ഒതുക്കാനോ കേരളത്തിലെ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ജിം സന്തോഷിനെ കൊന്ന അതിലുൾപ്പെടെയുള്ള ആൾക്കാരെ തിരിച്ചു കൊല്ലുമെന്ന് പോലീസിന് അറിയാം. ആ ഗുണ്ട സംഘങ്ങൾ അങ്ങനെയാണ്. എത്രയോ കേസിനകത്ത് പ്രതികളാണ് ഇരു കൂട്ടരും. അതുകൊണ്ട് പകരം തീർക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. ഇങ്ങനെയുള്ള ഗുണ്ടകളെ ധാരാളം പേര് നമുക്കറിയാം ഇന്ന് ജാമ്യത്തിലായി റോഡിൽ കൂടെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കഴക്കൂട്ടത്തുമൊക്കെ ധാരാളം അക്രമങ്ങളും കൊലപാതകങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. കൊച്ചിയിലും മോശമില്ല. അതുപോലെ കോഴിക്കോടുമുണ്ട്, പാലക്കാടുണ്ട്.
ആലപ്പുഴയിലുണ്ട്, കായംകുളത്തുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സജീവമാണ് ഇന്ന് ഗുണ്ടകൾ. കേരളത്തിലെ മുക്കിലും മൂലയിലും ചെറിയ ചെറിയ ടൗൺഷിപ്പുകളിലല്ലേ ഇവരുടെ പ്രകടനം നമുക്ക് കാണാം. അവരുടെ കൺട്രോളാണ് പല സ്ഥലങ്ങളിലും. കേരളത്തിലെ വ്യവസായങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഗുണ്ടകളാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ക്വാറി വ്യവസായം, മണൽ ലോബികൾ, അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ, ഇതിനെയൊക്കെ സഹായിക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒപ്പമുണ്ട്. അവർക്ക് നല്ല പണമാണ്. പോലീസിന് അറിയാമായിരുന്നു ജിം സന്തോഷിനെ കൊന്ന വ്യക്തികൾ അതുലിനെ തീർച്ചയായിട്ടും കൊലപ്പെടുത്തുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രസന്റ് വെച്ച ശേഷം അവിടുന്ന് കാറിൽ പോയ ആളെ ആ കാറിലെ പിന്നാലെ ചെന്ന് വലിയൊരു കാറിലായിട്ട് വന്ന് അത് റോഡിൻ്റെ സൈഡിൽ അത് ക്രോസ് ചെയ്ത് ആ കാറ് മറിച്ചിട്ട് ആ കാറിനകത്തിരുന്ന അതുലിനെയാണ് വെട്ടിക്കൊല്ലപ്പെടുന്ന ദൃശ്യം നമ്മൾ കണ്ടത്. എന്തായാലും പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം കരുനാഗപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിലും കാറ് ട്രേസ് ചെയ്യാനോ പ്രതികൾ ആരാണെന്നോ ഇതുവരെ വിവരം ലഭിച്ചില്ല എന്നാണ് കരുതുന്നത്. ഏതായാലും അങ്ങനെയുള്ള വിവരങ്ങൾ ഉടൻ തന്നെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പോലീസ് സജീവമായി കരുനാഗപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം നടക്കുകയാണ്. ആരാണ് വന്നതെന്നും ആരാണ് കൊല്ലാൻ വന്നതെന്നും പ്രതികൾ ആരാണെന്നും കാറ് ഹരിയാന രജിസ്ട്രേഷൻ ആണെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ എന്താണെന്നും ഒക്കെ നമുക്ക് അടുത്ത് തന്നെ അറിയാൻ പറ്റും. ഏതായാലും കുടിപ്പക കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമായി ധാരാളം ഇതുപോലുള്ള സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോലീസ് വളരെ വിജിലൻ്റ് ആയിരിക്കണം. ഈ ഇലക്ഷൻ സമയത്ത് ഇതുപോലെയുള്ള വെളിയിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഇതുപോലെയുള്ള ഗുണ്ടകളെ പ്രതികളെ എല്ലാം അവരെയൊക്കെ കാപ്പ കേസിലോ അല്ലെങ്കിൽ മറ്റ് പ്രിവെൻറ്റീവ് അറസ്റ്റോ അടിയന്തരമായി നടത്തുന്നതായിരിക്കും. ഇലക്ഷൻ നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ ഒരു പ്രവൃത്തി ചെയ്തെങ്കിലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഒരു ദാക്ഷിണ്യമുള്ള തിരുവനന്തപുരം നഗരത്തിലൊക്കെ നമുക്കറിയാം. അവിടുത്തെ ഗുണ്ടകളുടെ പേരും പെരുമയും എല്ലാം കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അവരെ ആരെ ഇനി വെളിയിലേക്ക് നടക്കാൻ അനുവദിക്കരുത്. ഇതുപോലുള്ള സംഭവങ്ങളുണ്ടാവും. അത് തടയാൻ പോലീസിന് കഴിയുന്നില്ല. ആകെയുള്ളത് നമുക്ക് പ്രിവെൻറ്റീവ് അറസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ രീതിയിലേക്ക് പോലീസ് നീങ്ങണം. DGP ഉൾപ്പെടെയുള്ളവർ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കി തുടങ്ങണം. കാരണം ഇലക്ഷൻ അടുത്തുപോയി. ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഈ തിരിച്ച് അവർ രാഷ്ട്രീയപരമായും പണസംബന്ധമായും ക്വാറി സംബന്ധമായും ഫ്ലാറ്റ് സംബന്ധമായുള്ള കുടിപ്പക അത് ധാരാളം ഇനി നടക്കും. കാരണം പണത്തിൻ്റെ ഒഴുക്ക് സജീവമായി. അതുകൊണ്ട് ഗുണ്ടകളെല്ലാം അവരും സജീവമായി രംഗത്ത് വന്നു കഴിഞ്ഞു. അടിപിടി, കുത്ത്, വെട്ട് എല്ലാം ഉടനെ ഒന്നിനു പുറകെ ഒന്നായി നടക്കാൻ തുടക്കം തന്നെയാണ് ഇപ്പോഴത്തെ ഈ സംഭവം.